ഇന്ന് എൻ്റെ മോള് അപ്രതീക്ഷിതമായിട്ടൊരു ചോദ്യം എന്നോട് ചോദിക്കേണ്ടായിട്ടോ. ഉമ്മാൻ്റെ ലൈഫിൽ ഏറ്റവും സ്വാധീനം ചെലുത്തിയൊരു വ്യക്തി ആരാണെന്ന്, ഉമ്മാൻ്റെ ഫേവറേറ്റ് പേഴ്സൺ ആരാണെന്ന്. ഉടനെ തന്നെ ഒട്ടും ഞാൻ ആലോചിക്കാതെ തന്നെ ഉത്തരം പറഞ്ഞത് എൻ്റെ ഉപ്പ എന്നാണ് കേട്ടോ. തിരിച്ച് ഞാൻ അവളോട് ആ ചോദ്യം ചോദിച്ചപ്പോൾ അവൾ എന്നോട് പറഞ്ഞത് അവളുടെ ഉപ്പ എന്നാണ്. ആദ്യം ആ ഉത്തരം കേട്ടപ്പോൾ ഞാനൊന്ന് ദേഷ്യം പിടിച്ചു, കുറേ പരാതികൾ പറഞ്ഞു. വെറുതെയാണ് മക്കളെ നോക്കുന്നതൊന്നും ഉമ്മമാരൊട്ടും ഇഷ്ടമല്ലാന്നും എന്നുള്ള രീതിയിലൊക്കെ. അത് കേട്ട് അവൾ എന്നോട് ചോദിക്കുക, ഉമ്മാനോട് ഉമ്മാൻ്റെ ഫേവറേറ്റ് ചോദിച്ചപ്പോൾ ഉമ്മാൻ്റെ ഉപ്പാനെ അല്ലേ പറഞ്ഞത്, എന്തുകൊണ്ട് അപ്പോൾ എനിക്ക് എൻ്റെ ഉപ്പാനെ പറഞ്ഞുകൂടാന്ന്. സത്യത്തിൽ എൻ്റെ ഉമ്മാനെ ഞാൻ ഫേവറേറ്റ് ആക്കി പറയാതിരുന്നത് അവൾ ഒരാളെ പറയാനാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്. പിന്നെ ആദ്യം എൻ്റെ മുന്നിലേക്ക് ഓടിയെത്തിയത് എൻ്റെ ഉപ്പാൻ്റെ മുഖമാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു എല്ലാ പെൺമക്കൾക്കും അവരുടെ ഉപ്പയായിരിക്കും അല്ലേ അവരുടെ ഹീറോ എന്ന് പറയുന്നത്. എന്നാൽ എൻ്റെ ഉപ്പാൻ്റെ വാല്യൂ എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ ഉപ്പ എന്നിൽ നിന്ന് വിട്ടുപോയപ്പോഴാണ്, ഞങ്ങളെ വിട്ടുപോയപ്പോഴാണ് ഞാൻ ആ ഒരു സത്യം തിരിച്ചറിയുന്നത്. ഇത്രത്തോളം സ്വാധീനം ചെലുത്തിയിരുന്ന വ്യക്തി ആയിരുന്നല്ലോ എൻ്റെ ഉപ്പ എൻ്റെ ജീവിതത്തിൽ നിന്ന്. ഒരു പെരുന്നാൾ വരുമ്പോൾ, ഒന്ന് മാസം കാണുമ്പോൾ, ഒന്ന് റമദാനിനാണെങ്കിലും പെരുന്നാളിനാണെങ്കിലും മാസം കണ്ട ഉടനെ എൻ്റെ ഉപ്പാൻ്റെ ഒരു വിളിയുണ്ട്, ഞങ്ങളുടെ ഇവിടെ മാസം കണ്ടല്ലോ, നിങ്ങളവിടെ മാസം കണ്ടോ, നിങ്ങളവിടെ എന്താ ഫുഡ് ഉണ്ടാക്കിയത്, ഞങ്ങൾ നാളെ ബിരിയാണിയാണ് വെക്കുന്നത്, ഉപ്പാക്ക് മോളുണ്ടാക്കിയത് കൊണ്ടുവരുമോ, മോൾ ഉപ്പാൻ്റെ അടുത്ത് വന്ന് കഴിക്കാൻ വരുമോ. ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ അതെനിക്ക് സത്യത്തിൽ ഇപ്പോൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഓരോ പെരുന്നാൾ വരുമ്പോഴും എൻ്റെ മനസ്സിലൊരു ഇടങ്ങേറാണ് ഫീൽ ചെയ്യാറുള്ളത്. സന്തോഷത്തേക്കാളുപരി എന്നെ വിട്ടുപോയ എൻ്റെ ഉപ്പയെ ആലോചിച്ചുള്ള ഒരു ഇടങ്ങേറ്. ഇങ്ങനെയുള്ള ഫീലിങ്സ് ഒരുപാട് ഉപ്പമാരെ നഷ്ടപ്പെട്ട പെൺമക്കൾക്കുണ്ടായിരിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്, അല്ലേ?